പണ്ട് ഉണക്കമീൻ അതായത് ഡ്രൈഡ് ഫിഷ് വിറ്റ് നടന്ന ആളുകളാണ് ഇന്ന് മൊബൈൽ ഫോൺ നിർമ്മാണ രംഗത്ത് രാജാക്കന്മാരായി മാറിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. പക്ഷെ വിശ്വസിക്കണം, കാരണം അതാണ് ചരിത്രം. ഇന്ന് മൊബൈൽ ഫോൺ നിർമ്മാണ രംഗത്ത് അധികാരന്മാരായിട്ടുള്ള സാംസങ്ങിൻ്റെ തുടക്കത്തെക്കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 1938 സൗത്ത് കൊറിയയിൽ സാംസങ് എന്ന പേരിൽ അവരൊരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വെറും ഒരു ഗ്രോസറി ഷോപ്പായിരുന്നു അത്. അതിൽ അവരുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടായിരുന്നത് ഡ്രൈഡ് ഫിഷ്, ഡ്രൈഡ് ഫ്രൂട്ട് ആൻഡ് നൂഡിൽസ്. ഇതായിരുന്നു അവരുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ശേഷം ഏകദേശം 1960കളുടെ അവസാന കാലഘട്ടത്തിലാണ് അവർ മൊബൈൽ ഫോൺ നിർമ്മാണ രംഗത്തോടെ കടന്നു വന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം ആ ഒരു ഫീൽഡിൽ അവർ പച്ച പിടിച്ചു എന്ന് തന്നെ വേണം പറയാം. കാരണം ലോകം അവരെ അംഗീകരിച്ചു. അവർ കൊണ്ടുവന്ന മാറ്റങ്ങളെ ലോകം അംഗീകരിക്കുകയും അത് ആളുകൾ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ലോകത്ത് അറിയപ്പെടുന്ന ഒരുപാട് ബ്രാൻഡുകൾ, അതായത് ടൊയോട്ട, നോക്കിയ, LG, വിപ്രോ, അങ്ങനെ നിരവധി ബ്രാൻഡുകൾ ഇന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ന് അവരുടെ ഐഡൻറ്റിറ്റി ആയിട്ട് നിലനിൽക്കുന്ന പ്രൊഡക്റ്റുകളല്ല അവർ ഫസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ നോക്കിയയുടെ കേസിലോട്ട് പരിശോധിക്കുകയാണെങ്കിൽ 1865 ആദ്യമായിട്ട് ഫിൻലൻഡിൽ നോക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഒരു പേപ്പർ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിരുന്നു. ആൻഡ് നോക്കിയയുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടോയ്ലറ്റ് പേപ്പേഴ്സ് ആയിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇനി നമുക്ക് കോൾഗേറ്റിൻ്റെ കേസിലോട്ട് വരാം. 1806 ആദ്യമായി കോൾഗേറ്റ് എന്ന ബ്രാൻഡ് ന്യൂയോർക്കിൽ ലോഞ്ച് ചെയ്യുന്നത്. സോപ്പ്, ക്യാൻഡിൽസ്, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രൊഡക്റ്റ്. ഏകദേശം 67 വർഷത്തോളം അവർ ആ ഒരു പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്ത് മുന്നോട്ട് പോയി. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന കോൾഗേറ്റ് ആയിട്ട് അവർ മാറിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് LGയുടെ കേസിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം LG, ലൈഫ് ഈസ് ഗുഡ്. ഇലക്ട്രോണിക് രംഗത്തെ അധികാരന്മാരാണ് LG. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയാം? കൊറിയയിൽ തന്നെ ആദ്യമായിട്ട് ഇറക്കിയ കോസ്മെറ്റിക് പ്രൊഡക്റ്റ് അത് LGയുടേതായിരുന്നു. ലക്കി ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഫേഷ്യൽ ക്രീമായിരുന്നു LG ആദ്യമായിട്ട് പുറത്തിറക്കിയ പ്രൊഡക്റ്റ്. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? എന്നാൽ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. 1937 ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ പിടിച്ചു കുലുക്കിയ വലിയൊരു റെവല്യൂഷൻ കൊണ്ടുവന്നൊരു കമ്പനിയുണ്ട്. ഏതാണെന്നറിയാം? ഇന്ന് ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനിയായിട്ടുള്ള ടൊയോട്ട. ടൊയോട്ടയുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക് പവർ ലൂം ആയിരുന്നു. അല്ലാതെ ഇന്ന് കാണുന്ന തരത്തിലുള്ള കാറോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ അന്ന് അവർ കൊണ്ടുവന്ന ആ ഒരു പ്രൊഡക്റ്റ് വലിയൊരു റെവല്യൂഷൻ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ലോകത്തിലെ ഏകദേശം 60ഓളം രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഗ്ലോബൽ ലീഡേഴ്സ് ഇൻ IT സൊല്യൂഷൻസ് വിപ്രോ. വിപ്രോയുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്തായിരുന്നു എന്നറിയോ? വെജിറ്റബിൾ ഓയിൽസ്. അതെ, 1945 വിപ്രോ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വെജിറ്റബിൾ ഓയിലായിരുന്നു. ശേഷം ഏകദേശം 1980s അവർ ടെക് ഫീൽഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, കാരണം അവരെ ലോകം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വലിയ ഇന്നോവേഷൻസിൻ്റെ ഫേസായി കാണുന്ന പല ബ്രാൻഡുകളും ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡിൽ നിന്നും ഗ്രോ ചെയ്ത് വന്നിട്ടുള്ളവരാണ്. ഒരു ചെറിയ തുടക്കം പോലും വലിയൊരു വിജയത്തിലേക്ക് വഴി വെക്കാം എന്നുള്ളതാണ് അവരുടെ ഈ ഒരു സക്സസ്ഫുൾ ജേർണിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.